സാധാരണഗതിയിൽ ഇപ്പം മുസ്ലിം പുരുഷന്മാർ വന്നാലും സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒരു വ്യായാമ മുറയ്ക്ക് പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ അതുപോലത്തെ സംഘടനകളൊന്നും തന്നെ സമ്മതിക്കില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഉൾപ്പെടെയുള്ളവർ ഇത് അനുകൂലിക്കുമ്പോൾ അതിൽ എന്തോ ഒരു മതപരമായതും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ വർഗീയമായതുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ഹിൻഡ് തരുന്നത്. തട്ടം കാറ്റത്തുനിന്ന് മാറിയാൽ പെട്ടെന്ന് പിടിച്ചിട്ടോണമെന്ന് പറയുന്നതാണ്. വിധത്തിലുള്ള കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള സംഘടനകൾ അല്ലെങ്കിൽ മത സംഘടനകൾ വരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകൾ പുറത്തു പോയി നിസ്കരിക്കുക പോലും ചെയ്യരുത്, അതൊക്കെ രഹസ്യമായിട്ടും അല്ലെങ്കിൽ വളരെ സെക്ലൂഡഡായിട്ടും ചെയ്യണമെന്ന് പറയുന്നവർ പബ്ലിക് ഗ്രൗണ്ടിൽ പോയി ആർക്കും കാണാവുന്ന വിധത്തിൽ കാല് പൊക്കിയും കൈ പൊക്കിയും ചാടുകയും മറിയുകയും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സഹാക്കളുണ്ട്. അപ്പോൾ മോഹനൻ മാഷിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളാൻ പറ്റും എന്ന് ചോദിക്കുന്നവരുണ്ട്. അതൊരു പ്രശ്നമാണ്. അത് ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കാര്യം. തിരിച്ച് പറയുന്നവരുമുണ്ട്. വേറെ ചിലർ എന്നോട് പറഞ്ഞു, ഈ ശ്രീ രവിശങ്കറിൻ്റെ ഇതേപോലത്തെ സംഗതിയാണ്, ബ്രീത്തിങ്ങും എല്ലാം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് ലിവിങ് അവിടെ നിന്നൊക്കെ ഓടിച്ച സംഭവങ്ങൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു. ഈ ഭാഗത്തെങ്ങും ഇത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഓടിച്ച സംഭവം വരെയുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ ആളുകളെ വിളിച്ച് ചെയ്യിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിന് എതിർപ്പ് വരികയും മെക്സവന് അനുകൂലം വരികയും ചെയ്യുന്ന മതസംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം മതസംഘടനകൾ വരുമ്പോൾ അതിനകത്ത് സംശയിക്കേണ്ടതില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്.